ലൂക്കോസ് 23:26 മുതൽ 39 വരെ. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്നും വരുന്ന ശീമോൻ എന്ന ഒരു കുറേക്കാരനെ അവൻ പിടിച്ചു ക്രൂശിച്ച് ചുമച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയുടെ അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രന്മാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും കുന്നുങ്ങളോട് ഞങ്ങളുടെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. ദുഷ്പ്രവൃത്തിക്കാരായ വേറെ 2 പേരെയും അവനോട് കൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി തലയോടിടും എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടതുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭജിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ചു. അടുത്തു വന്ന് അവന് പുളിപ്പ് വീഞ്ഞു കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന ഒരു മേലെഴുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് അവനെ ദുഷിച്ചു.